Hello friends, welcome to my channel. It's me Gianna. നമ്മൾ പോകുന്നത് തൃശ്ശൂർ ടു മധുരയാണ്. ഓൺ ദ വേ കൊല്ലങ്കോടിലത്തെ കാഴ്ചകളും നമ്മൾ കാണുന്നു. ഇപ്പോൾ നമ്മൾ കുതിരാനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് 60 കിലോമീറ്റർ യാത്രയുണ്ട് കൊല്ലങ്കോടിലേക്ക്. അതായത് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ പാലക്കാടിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള കൊല്ലങ്കോടിനും ആ ഒരു ഭംഗിയുണ്ട്. കൊല്ലങ്കോട് എന്ന സുന്ദരമായ ഗ്രാമം പാലക്കാടിൻ്റെ സുന്ദരി എന്നാണ് അറിയപ്പെടുന്നത്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള സാംസ്കാരിക പൈതൃകവും ശാന്തമായ അന്തരീക്ഷവും കൊണ്ട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇത്. കൊല്ലങ്കോടിൻ്റെ മലനിരകളും കോടമഞ്ഞുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ അന്നപുരയായ പാലക്കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. പഴമയുടെ തനിമയും പ്രകൃതി ഭംഗിയും നിറഞ്ഞ കൊല്ലങ്കോടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടിലെ താമരപ്പാടത്താണ്. കൊല്ലങ്കോടിൻ്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ ഒരു പൂന്തോട്ടമാണ് താമരപ്പാടം. കർഷകരുടെ അധ്വാനവും പ്രകൃതിയുടെ ഭംഗിയും ഒത്തുചേരുന്ന ഈ ഗ്രാമം സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന ഒരു ചെറിയ സ്വർഗമാണ്. മഴക്കാലത്താണ് കൊല്ലങ്കോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയം. രാത്രി കാഴ്ചകളിൽ ലൈറ്റുകൾ കത്തിച്ച് ഈ പാടശേഖരങ്ങൾ കാണാൻ അതീവ മനോഹരമാണ്. കുറച്ചു ദൂരം നടക്കുമ്പോൾ ഒരു ആനയുടെ പ്രതിമ കാണാം. ആ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോയും എടുക്കാനുള്ള സൗകര്യമുണ്ട്. താമരപ്പാടത്തേക്ക് എൻട്രി ഫീസ് ഒരാൾക്ക് 30 രൂപ വെച്ചാണ്. ഇതോടെ താമരപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റ ബൈ.